ഒരുപാട് ബിൽഡപ്പും പ്ലാനിങ്ങും വെച്ച് നിന്ന് പല കാര്യങ്ങളും പാളിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു പ്ലാനിങ് ഇല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു ഔട്ടിങ്ങാണ്. ഓരോരുത്തരെയും അവരെ പ്ലേസിൽ പോയിട്ട് നമ്മൾ പിക്ക് ചെയ്തു. ഒരാളെ പിക്ക് ചെയ്യാൻ പോയപ്പം ചെറുതായിട്ടൊരു പണി കിട്ടി. ഗൂഗിൾ മാപ്പ് തന്ന വഴിയിലൂടെ വിട്ടപ്പം റോഡ് ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു പ്ലേസിലേക്കാണ് എത്തിയത്. ഇതെല്ലാം ഇതിനപ്പുറം ചാടി കടന്നവനാന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടെ പോയി ടൗണിലേക്ക് എത്തിയപ്പോഴേക്കും 1 ആയിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. അംബിക മെസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ബേബിനെയും കൊണ്ട് അതിനെക്കൊണ്ട് നമുക്ക് വേഗം സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള റെഡിയായി. ഇവിടെ സാധാ മീൽസാണ്, പക്ഷെ അതിലേക്ക് കിട്ടുന്ന സൈഡ് ഡിഷൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 5 ഒരു ടേബിളിൽ തന്നെ ഇരുന്നു. എല്ലൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ പിന്നെ വേറെ വേറെ പോയി ഇരിക്കാനോ അതൊന്നും നോക്കിയില്ല. എല്ലാവരും കൂടി അവിടെ തന്നെ സെറ്റായി. അങ്ങനെ കുറച്ച് ഫിഷ് ഐറ്റംസ് ട്രൈ ആക്കിയിരുന്നു. ആവോലിയും ബെത്തലും അതേപോലെ തന്നെ ചെമ്മീനും എരുണ്ടും, അങ്ങനെ കുറച്ച് ഐറ്റംസ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി, ചെറിയ പ്രൈസിന് തന്നെ നമുക്കെല്ലാം സെറ്റായി. അതിൻ്റെ മേലെ തന്നെ പായസം, അത് ഒരു രക്ഷയില്ല അതിന്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പം കുറച്ച് നേരം റെസ്റ്റ് ആവാമെന്ന് ചോദിച്ചിട്ട് ലുലുവിലേക്കാണ് നേരെ പോയത്. ഇവിടെ ആകുമ്പോൾ നമ്മളെ ചോറ് തന്ന് ക്ഷീണവും മാറ്റാം, ഇനി വേണമെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇതായിരുന്നു ഞങ്ങളെ പ്ലാൻ. അപ്പോൾ കുറച്ച് നേരം ലുലുവിൻ്റെ ഹൈപ്പറിൽ കറങ്ങി നടന്ന് അവിടെ നിന്ന് കുറച്ച് ജ്യൂസും അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് എന്ത് യാത്രയിലാണെങ്കിലും എന്ത് വൈബിലാണെങ്കിലും ഇത് നമ്മൾ കളയരുത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലും സൺഡേ ആയതിനെക്കൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും നല്ലൊരു വെതറായിരുന്നു. മഴയില്ല എന്നാൽ അധികം വെയിലും ഇല്ലാതെ, അപ്പം നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയതിനെക്കൊണ്ട് കുറച്ച് നേരം ബീച്ചിലും സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ എത്തിയാലും നമ്മളെ മെയിൻ ഇവിടുത്തെ ഫുഡാണല്ലോ. ഉപ്പിലിട്ടതും അതേപോലെ തന്നെ ഐസ് വരുത്തി അതൊക്കെ ഒന്ന് ട്രൈ ആക്കി. കുറച്ച് നേരം ബീച്ചിലൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഫുഡിനുള്ള തയ്യാറായി. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്ന ഈവനിലേക്കുള്ള ചായയും അതിന് സ്നാക്സുമാണ്. എല്ലാം നമ്മൾ ട്രൈ ചെയ്തത്, ഒന്നും വെറുതെ ഇട്ടില്ല. കാടമുട്ടയും കടുക്ക് ഫ്രൈയും പിന്നെ കൂന്തൾ നിറച്ചതും മുളക് ബജി ഉന്നക്കായും എല്ലാം നല്ല ടേസ്റ്റ് ആൻഡ് ഫ്ലേവറിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയപ്പം ഇനി ഒരു സോഡാ സർവത്താന്ന് വെച്ചിട്ട് നല്ലൊരു സോഡാ സർവത്തും കുടിച്ച് കുറച്ച് ഉപ്പിലിട്ടതും കൂടെ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 6 മണിയായി. ഇനി നമ്മൾ പതിയെ വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവരെയും അവരവരുടെ വീട്ടിൽ തന്നെ ഇറക്കി കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.